വീരോചിതം. വീണ്ടും ലോക കിരീടമുയർത്തി ടീം ഇന്ത്യ. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ പതാക ഉയരെ പറക്കുന്നു. രോഹിത്തും കൂട്ടരും രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സുന്ദര മുഹൂർത്തം. ആയിരത്തി 1983 കപിൽ ദേവിനും 2007 T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും കിരീടമുയർത്തിയ മഹേന്ദ്ര സിംഗ് ധോണിക്കും ശേഷം ഇതാ രോഹിത് ശർമ്മയും. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്നോളം കണ്ട ത്രില്ലർ പോരാട്ടത്തിലാണ് ബാർബഡോസിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ കീഴടക്കിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് 34 റൺസിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ രക്ഷകന്റെ കുപ്പായമണിഞ്ഞത് വിരാട് കോഹ്ലിയാണ്. ഈ ലോകകപ്പിൽ ഫോമിലെത്താതിരുന്ന കോഹ്ലി ഫൈനൽ മത്സരത്തിനായി കാത്തുവച്ചിരുന്നത് മനോഹരമായ ഇന്നിംഗ്സ്. അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ അക്സർ പട്ടേൽ അപ്രതീക്ഷിതമായി കൂറ്റനടികൾ കൊണ്ട് ഇന്ത്യയുടെ കരുത്തായി. അവസരങ്ങൾ കിട്ടിയിട്ടും കൃത്യമായി ഉപയോഗിച്ചില്ലെന്ന വിമർശകരുടെ വായടപ്പിച്ച് ശിവം ദൂബെ അവസരത്തിനൊത്തുയർന്നു. 177 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ബുംറയ്ക്കും അർഷദീപിനും മുന്നിൽ ആദ്യമേ പകച്ചു. പക്ഷേ ക്വിന്റൺ ഡീകോക്കും ഹെൻറിച്ച് ക്ലാസനും ഇന്ത്യക്ക് ഭീഷണിയായി. ഡീകോക്ക് പോയി മില്ലറെത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിജയം അകന്നു തുടങ്ങി. ഹെൻറിച്ച് ക്ലാസൻ ഋഷഭ് പന്തിന്റെ കൈകളിലെത്തിച്ച് ഹാർദിക് ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ സിഗ്നൽ നൽകി. ഡേവിഡ് മില്ലർ ഉയർത്തിയടിച്ച പന്ത് സൂപ്പർമാനെ പോലെ സൂര്യകുമാർ ആകാശത്തേക്ക് ഉയർന്ന് കൈപ്പിടിയിലൊതുക്കി. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പന്ത് സുരക്ഷിതമായി കൈകളിലാക്കി. മത്സരം ഇതോടെ ഇന്ത്യ വിജയം സ്വപ്നം കണ്ടു തുടങ്ങി. അവസാന 4 ഓവർ ദക്ഷിണാഫ്രിക്കയുടെ വിധി എഴുതിയത് അതായിരുന്നു. സ്പിന്നർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ പേസർമാർക്ക് മുന്നിൽ കീഴടങ്ങി. ബുംറയും അർഷദീപും ഹാർദിക്കും ഇന്ത്യയുടെ ആവേശം ആവാഹിച്ചു. 7 റൺസ് അകലെ ദക്ഷിണാഫ്രിക്ക വീണു. ഇന്ത്യ ലോക കിരീടം ചൂടി. രോഹിത്തും കൂട്ടരും ആ കിരീടം 140 കോടി ജനങ്ങൾക്ക് മുന്നിലേക്കും ഇതാ നൽകുന്നു. സല്യൂട്ട് ടീം ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.